നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കോലഴി ചിന്മയ മിഷൻ കോളേജിന്റെ ഒരു വർഷം നീണ്ടുനിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഗവർണർ നിർവഹിച്ചു. വിദ്യാഭ്യാസം മനുഷ്യനെ വിനയാന്വിതനാക്കുന്നുവെന്നും നല്ല വിദ്യാഭ്യാസത്തിലൂടെ അനുകമ്പയുടെയും സഹാനുഭൂതിയുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്താൻ സാധിക്കുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷൻ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പുലിക്കളി സംഘങ്ങൾ മേയർക്ക് നിവേദനം നൽകി. 9 ടീമുകളാണ് മേയർക്ക് നിവേദനം നൽകിയത്. പെരുമ്പിലാവിൽ ലഹരി മാഫിയ സംഘം ആംബുലൻസ് ഡ്രൈവറെ ആക്രമിച്ചു. പഴഞ്ഞി കോട്ടോൽ സ്വദേശി ചേമ്പത്തയ്യൽ വീട്ടിൽ ഹാഷിറിനാണ് പരിക്കേറ്റത്. കേച്ചേരി മഴുവഞ്ചേരി സെന്ററിൽ കാർ നിയന്ത്രണം വിട്ട് കടയിലേക്ക് ഇടിച്ചുകയറി 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികരായ കിഴൂർ സ്വദേശി പണിക്കവീട്ടിൽ ഷംസുദ്ദീൻ, ഭാര്യ ആമിനക്കുട്ടി, മകൻ ഷെഫീഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കൊൽക്കത്തയിലെ മെഡിക്കൽ PG വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ തൃശൂരിലും പ്രതിഷേധം. കേരള മെഡിക്കൽ കോളേജ് പോസ്റ്റ് ഗ്രാജുവേഷൻ അസോസിയേഷൻ തൃശൂർ മെഡിക്കൽ കോളേജ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാർ മാർച്ച് നടത്തി. കേച്ചേരി മഴുവഞ്ചേരിയിൽ വാക്ക് തർക്കത്തെ തുടർന്ന് യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. മഴുവഞ്ചേരി സ്വദേശി വാഗപ്പാറയ്ക്കൽ വീട്ടിൽ ബിജൂട്ടനാണ് വെട്ടേറ്റത്. സംഭവത്തിൽ അനിൽ, വിനു എന്നിവർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. വടക്കാഞ്ചേരി തെക്കുംകര മേഖലകളിലെ വന്യമൃഗശല്യം തടയാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ ഓഫീസിന് മുന്നിൽ നിൽപ്പ് സമരം നടത്തി. വടക്കാഞ്ചേരി തെക്കുംകര കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. BKMU പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതി അനുസരിച്ച് നടത്തിയ കൃഷി വിലയിരുത്താൻ CC മുകുന്ദൻ MLA സ്ഥലം സന്ദർശിച്ചു. പാറളം പഞ്ചായത്തിലെ പള്ളിപ്പുറത്ത് 1 ഏക്കർ 15 സെന്റ് സ്ഥലത്താണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. വയനാടിന്റെ അതിജീവനത്തിനായി DYFI മതിലകം ത്രിവേണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ചായക്കുറി സംഘടിപ്പിച്ചു. DYFI നിർമ്മിച്ചു നൽകുന്ന വീടുകൾക്കുള്ള ധനസമാഹരണത്തിന് വേണ്ടിയാണ് ചായക്കുറി സംഘടിപ്പിച്ചത്. വയനാട്ടിലെ ദുരിതബാധിതർക്കായി ക്ഷേമ പെൻഷൻ തുക നൽകി ചാലശ്ശേരി പെരുമണ്ണൂർ സ്വദേശി ശങ്കരൻകുട്ടി. തനിക്ക് ലഭിച്ച ഒരു മാസത്തെ ക്ഷേമ പെൻഷനായ 1600 രൂപയാണ് മന്ത്രി MB രാജേഷിനെ ഏൽപ്പിച്ചത്. മണ്ണപ്പേട്ട ആയുർവേദ ആശുപത്രി റോഡും കരുവാപ്പടി പൂക്കോട് റോഡും കുണ്ടും കുഴിയും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാതായി. മാസങ്ങളായി തകർന്നു കിടക്കുന്ന റോഡുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപം. തിങ്കളാഴ്ച ലഭിക്കുന്ന മുഴുവൻ വരുമാനവും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ച് അക്കിക്കാവിലെ 18ഓളം ഓട്ടോ തൊഴിലാളികൾ. ഓട്ടോകളുടെ ഫ്ളാഗ് ഓഫ് കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. വാടാനപ്പള്ളി ഭാവന റാഫി കോർണറിന്റെ 45ാം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പ്രതിഭാ സംഗമവും കലാകായിക വിദ്യാഭ്യാസ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് OJ ഷാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിന്റെ ഔഷധ സസ്യ കൃഷി വ്യാപനത്തിന്റെ ഭാഗമായി ചെട്ടിച്ചാലിൽ കുറുന്തോട്ടി കൃഷി ആരംഭിച്ചു. കുറുന്തോട്ടി കൃഷി വിത്തിറക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ ഇല്ലം നിറ ഭക്തിസാന്ദ്രമായി. മേൽശാന്തി അനീഷ് കൈലാസം ലക്ഷ്മി പൂജ നടത്തി. കതിരുകൾ ഭക്തർക്ക് വിതരണം ചെയ്തു. ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന്റെ ഭാഗമായി കുമാരി പൂജ നടന്നു. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വെങ്കിടം കണ്ണംകുളങ്ങര ശ്രീ അന്തി മഹാകാളൻ രുദ്ര മഹാകാളി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഭഗവത് സേവയും നടന്നു. ക്ഷേത്രം ശാന്തി രാജീവ് ശർമ്മ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ബാലസംഘം കടങ്ങൂട് മേഖലാ സമ്മേളനം ബാലസംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് അനുരാഗ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് അഭിഷേക് ജയൻ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തുടനീളം നിലവാരമില്ലാത്ത ഹെൽമറ്റുകൾക്കെതിരെ കർശന നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. ഇതു സംബന്ധിച്ച് കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം ജില്ലാ കളക്ടർമാർക്കും മജിസ്ട്രേറ്റുമാർക്കും നിർദ്ദേശം നൽകി. എംപ്ലോയ്മെന്റ് വകുപ്പിന്റെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു.
മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് ദളിത് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൂട്ടധർണ നടത്തി. അയ്യങ്കാളി വിപണന കേന്ദ്രത്തിലെ 3 കടമുറികളിലെ പട്ടികജാതി കച്ചവടക്കാരെ മതിയായ കാരണങ്ങളില്ലാതെ ഒഴിപ്പിക്കാനുള്ള ബ്ലോക്ക് പഞ്ചായത്ത് തീരുമാനത്തിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. നെറ്റിശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അഖണ്ഡ നാമജപം നടത്തി. ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് കപ്ലിങ്ങാട്ട് ചിത്ര ഭാനു നമ്പൂതിരി നാമം ചൊല്ലിക്കൊടുത്തു. തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. ക്ഷേത്രം തന്ത്രി പഴങ്ങാപ്പറമ്പ് മനയിൽ കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കേരള കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തക യോഗം നടത്തി. പാർട്ടി ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. വേലൂർ RMLP സ്കൂളിന് സമീപം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ അറവു മാലിന്യം തള്ളിയത് ദുരിതമാകുന്നു. അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. കേരള സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെയും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ തൃശൂരിൽ അന്താരാഷ്ട്ര യുവജന ദിനാചരണം സംഘടിപ്പിച്ചു. ടൌൺഹാളിൽ നടന്ന അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു. മണ്ണുത്തി ഹോളി ഫാമിലി സ്കൂളിലെ കുരുന്നുകൾ വയനാട് ദുരന്തത്തിൽ മൺമറഞ്ഞു പോയവരെ അനുസ്മരിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ജാൻസി ആന്റണി നേതൃത്വം നൽകി. രാമായണ മാസാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി അഖില ഭാരതീയ അഭിഭാഷക പരിഷത്തുമായി ചേർന്ന് തൃശൂരിൽ ഈ മാസം 15-ന് രാമായണ വിചാര സദസ്സ് സംഘടിപ്പിക്കും. വിചാര സദസ്സ് കേരള ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. താന്യത്ത് വീടിന് തീപിടിച്ചു. താന്യം സ്വദേശി കക്കേരി കൃഷ്ണവേണിയുടെ വീടിനാണ് തീപിടിച്ചത്. പ്രശസ്ത മോഹിനിയാട്ട നർത്തകി കലാമണ്ഡലം പത്മിനിയുടെ 74ാം പിറന്നാളിനോടനുബന്ധിച്ച് ഗുരുദക്ഷിണയുമായി ശിഷ്യസമൂഹം. 1970 മുതൽ കേരള കലാമണ്ഡലത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ പത്മിനി ടീച്ചറുടെ ശിഷ്യരുടെ കൂട്ടായ്മയാണ് 14-ന് ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ ഗുരുവന്ദനം സംഘടിപ്പിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരുമനയൂർ പഞ്ചായത്തിൽ UDF ജനപ്രതിനിധികളുടെ ഉപവാസ സമരം ആരംഭിച്ചു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത് ഉദ്ഘാടനം ചെയ്തു. മുല്ലപ്പെരിയാർ അണക്കെട്ടിനെക്കുറിച്ചുള്ള ആശങ്കകൾ കൂടുന്ന പശ്ചാത്തലത്തിൽ നിവേദനങ്ങളും സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് പീപ്പിൾസ് ലവ് മനുഷ്യ സൌഹൃദ കൂട്ടായ്മ. ഇതു സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർക്ക് നിവേദനം നൽകും. ലെജൻഡ്സ് എരുമപ്പെട്ടിയുടെ ആഭിമുഖ്യത്തിൽ വെറ്ററൻ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ മികച്ച ടീമുകൾ മത്സരിച്ച ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ ഒമേഗ വിയൂരിനെ പരാജയപ്പെടുത്തി ലെജൻഡ്സ് എരുമപ്പെട്ടി ജേതാക്കളായി. കഴിഞ്ഞ 3 വർഷം തൃശൂർ 7ാം കേരള NCC ബറ്റാലിയനെ നയിച്ച കമാൻഡിംഗ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ B. ബിജോയ്ക്ക് സഹപ്രവർത്തകർ യാത്രയയപ്പ് നൽകി. നിരവധി പ്രവർത്തനങ്ങളിൽ മുഖ്യ നായകത്വം വഹിച്ച ലഫ്റ്റനന്റ് കേണൽ B. ബിജോയ് ഇന്ത്യൻ ആർമിയുടെ സിഗ്നൽസ് വിഭാഗത്തിലെ ഓഫീസറാണ്. ഗജദിന ആഘോഷങ്ങൾ ഒഴിവാക്കി വയനാട്ടിലെ ദുരിതബാധിതർക്കായി ആനപ്രേമി സംഘടനയായ കൂട്ടുകൊമ്പന്മാർ എലിഫന്റ് വെൽഫെയർ ഫോറം 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. മന്ത്രി R. ബിന്ദുവിന് തുക കൈമാറി. ഓൾ കേരള MLSP അസോസിയേഷൻ തൃശൂരിന്റെ പ്രഥമ ജില്ലാ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. AKMLA SP തൃശൂർ ജില്ലാ പ്രസിഡന്റ് ലേഖ അനീഷ് അധ്യക്ഷത വഹിച്ചു. പെങ്ങാമുക്ക് മൂലേപ്പാട് SC/ST ഫ്ളാറ്റിൽ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വാർഡംഗം പ്രദീപ് കൂനത്ത് ഭരണത്തിലിരിക്കുമ്പോൾ ST ഫ്ളാറ്റിന് വേണ്ടി ഒന്നും ചെയ്യാതെ ഇപ്പോൾ അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് കോൺഗ്രസും സഖ്യകക്ഷികളും ശ്രമിക്കുന്നതെന്നും പ്രദീപ് കൂനത്ത്. തെരുവ് നായ്ക്കളിൽ കാലുകളിൽ രോഗം പടരുന്നു. പഴഞ്ഞി, അരുവായി, ജെറുസലേം മേഖലയിലെ തെരുവ് നായ്ക്കളുടെ കാലുകൾക്കാണ് രോഗബാധ കണ്ടെത്തിയത്. അഴീക്കോട് മുനമ്പം പാലത്തിന്റെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു. അഴീക്കോട് ഭാഗത്തെ പാലത്തിന്റെ 2 സ്പാനുകളുടെ 30 മീറ്റർ ദൂരത്തിലുള്ള കോൺക്രീറ്റിംഗ് ആണ് നടന്നത്. അമല മെഡിക്കൽ കോളേജിനും അനുബന്ധ സ്ഥാപനങ്ങൾക്കും ദേശീയ തലത്തിൽ ലഭിച്ച അംഗീകാരങ്ങളുടെ പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച അമല ക്വാളിറ്റി ഡേ ആചരിക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അമല ക്വാളിറ്റി ഡേയുടെ ഉദ്ഘാടനം നിർവഹിക്കും. തിരുവമ്പാടി ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ഗജദിനത്തിൽ തിരുവമ്പാടി ലക്ഷ്മിയെ ആദരിച്ചു. ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി P. ശശിധരൻ, മറ്റ് കമ്മിറ്റി മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു.
കേരള സ്റ്റേറ്റ് യൂത്ത് മെൻസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ തൃശൂരിൽ നിന്നും റിച്ചാർഡ് ജെബ്സൺ വെള്ളി മെഡൽ കരസ്ഥമാക്കി. മുൻ ബോക്സിംഗ് നാഷണൽ താരമായ KJ ജെബ്സന്റെയും ചേറ്റുപുഴ ഡിവിഷൻ കൌൺസിലർ അഡ്വക്കേറ്റ് റെജീന ജെബ്സന്റെയും മകനാണ് റിച്ചാർഡ് ജെബ്സൺ. വയനാടിന് ഒരു കൈത്താങ്ങ് പദ്ധതിയിലേക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പന്നിത്തടം യൂണിറ്റ് സംഭാവന നൽകി. സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദിന് യൂണിറ്റ് പ്രസിഡന്റ് MK ജോഷി ചെക്ക് കൈമാറി. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.